ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷകരെ, ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ കൃപ നിറഞ്ഞ ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ക്രിസ്മസ് നിങ്ങൾക്കെല്ലാവർക്കും ഈ നിത്യജീവൻ ശുശ്രൂഷകർക്ക് അച്ഛൻ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഓരോ ക്രിസ്മസും നമുക്ക് നൽകുന്ന ചില മുന്നറിയിപ്പുകളുണ്ട്, നമുക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ സന്ദേശങ്ങളുണ്ട്. നമുക്ക് ചിന്തിക്കാം, ക്രിസ്മസിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണോ ഞാനും നിങ്ങളും? ഓരോ ക്രിസ്മസും ക്രിസ്തുവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ കണ്ടെത്തുന്നതായിട്ട് മാറുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ ദൈവം നമുക്ക് തരുന്ന ഓരോ കാലഘട്ടങ്ങളാണ് ഈ ക്രിസ്മസ് കാലഘട്ടങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തുവിൽ ഒരു രൂപപ്പെടലുകൾ തീർച്ചയായിട്ടും നിർദ്ദേശിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ക്രിസ്മസ്. നമുക്ക് ചിന്തിക്കാം, ഈ ജൂബിലി വർഷത്തിൽ, പ്രത്യേകിച്ച് സഭയുടെ ജൂബിലി വർഷമാണ് 2025 എന്ന് പറയുന്നത് ഒരു ജൂബിലി വർഷത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ 2024 ക്രിസ്മസ് മുതൽ 2025 ക്രിസ്മസ് വരെ അത് ജൂബിലി വർഷമാണ്. ഈശോ ജനിച്ച് 2000 വർഷം കഴിഞ്ഞ് 25 ആണ്ടുകൾ പിന്നിടുന്ന ഈ ജൂബിലി വർഷത്തിൽ വലിയൊരു കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ. പരിശുദ്ധ സഭ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ ജൂബിലി വർഷത്തിൽ, ഈ ഒരു ക്രിസ്മസ് ദിനം മുതൽ അടുത്ത ക്രിസ്മസ് വരെ നമുക്ക് ഇങ്ങനെ ധ്യാനിക്കാം, നാം ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ക്രിസ്തു എപ്രകാരം നമ്മിൽ നിന്ന് ജനിക്കുന്നുണ്ടെന്ന് ചിന്തിക്കാം. അതുകൊണ്ട് ഓരോ കാലഘട്ടങ്ങൾ എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഹൃദയം എന്നെക്കുറിച്ച് എന്തു പറയുന്നു, ദൈവത്തിൻ്റെ മനസ്സ് എന്നെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നു, ദൈവം നമ്മിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടവും മനസ്സും ഹൃദയവും ഞാൻ എപ്രകാരമായി തീരണമെന്ന് ചിന്തിക്കും. ഇതായിരിക്കണം ഈ ക്രിസ്മസിന്, ഈ ജൂബിലി വർഷത്തിൽ ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വേണ്ടത്. ഈശോ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, ഈശോ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഈ ഒരു പുതുവത്സരത്തിൻ്റെ നാൾ വഴികളിലേക്ക് കടക്കുമ്പോൾ ഈ ക്രിസ്മസ് ദിനം ഈ 2025 ക്രിസ്മസിലേക്ക് നമ്മെ ഒരുക്കുന്ന കാലഘട്ടമാണ് ഈ 2024 ക്രിസ്മസ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഓരോരുത്തരും നാം ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്താണ് ഇന്ന് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം. ഓരോ ദിവസവും ഈശോ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈശോയ്ക്കൊരു ഹിതമുണ്ട്. ഫാദർ സിജോ, നിന്നെക്കുറിച്ച് എനിക്കൊരു ഹിതമുണ്ട്, നീ ഇന്ന് ചെയ്യേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് ചെയ്യണം. സ്നേഹമുള്ളവരെ, നമ്മൾ ഒത്തിരി പദ്ധതികൾ തലേദിവസം രാത്രി ഒരുക്കി വയ്ക്കും, എന്നാൽ പ്രഭാതം നമ്മുടെ മുന്നിൽ പൊട്ടിവിടരോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവം നമുക്കൊരു പ്രഭാതം പൊട്ടിവിടർത്തുമ്പോൾ ദൈവം പ്രഭാതത്തിൽ നമ്മെക്കുറിച്ചൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. സായാഹ്നം വരെ നീ എങ്ങനെ നടക്കണം, നീ പോകുന്ന വഴികളിൽ ഞാൻ എങ്ങനെ വഴിയൊരുക്കണം, നീ കണ്ടുമുട്ടുന്നവരിൽ ക്രിസ്തുവിനെ എങ്ങനെ കൊടുക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ 25-ാം തീയതി ഈശോ ജനിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം. അങ്ങനെ ചിന്തിക്കാൻ ഓരോ ക്രൈസ്തവനും ഓരോ മനുഷ്യനും ആരംഭിക്കുമ്പോൾ അവിടെ നന്മ പിറക്കാൻ തുടങ്ങും, നന്മ ജനിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തങ്ങളുടെ ദൈവഹിതം, രക്ഷയുടെ ചരിത്രത്തെ കണ്ട മനുഷ്യരെക്കുറിച്ച് പറയുന്നതാണ് ക്രിസ്മസ്. ഈശോയുടെ രക്ഷാകര ചരിത്രത്തിൽ ദൈവഹിതം കണ്ടെത്തിയ മനുഷ്യരുടെ ജീവചരിത്രങ്ങളാണ് ശരിക്കും ക്രിസ്മസിൻ്റെ നെറേറ്റീവ്സിൽ എല്ലാം നമ്മൾ വായിക്കുന്നത്. ഈശോയുടെ രക്ഷാകര ചരിത്രത്തിൽ ഈശോയ്ക്കുടെ ഹിതം മനസ്സിലാക്കിയ പരിശുദ്ധ അമ്മ, ഈശോയുടെ ഹിതം മനസ്സിലാക്കിയ ജ്ഞാനികൾ, ഈശോയുടെ ഹിതം മനസ്സിലാക്കിയ ആട്ടിടയന്മാർ, ഈശോയുടെ ഹിതം മനസ്സിലാക്കി പ്രത്യക്ഷപ്പെട്ട നക്ഷത്രങ്ങൾ, ഈശോയുടെ ഹിതം മനസ്സിലാക്കി ലോകത്തെ അറിയിച്ച മാലാഖമാരുടെ ഗ്ലോറിയ ഗീതങ്ങൾ, ഇതെല്ലാം ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവഹിതം അറിഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നിത്യജീവൻ സ്വന്തമാക്കാൻ നമുക്ക് ഒരുങ്ങാം. സ്നേഹമുള്ളവരെ, പലപ്പോഴും ക്രിസ്മസിൽ ക്രിസ്തുവില്ലാത്ത എല്ലാ ആഘോഷങ്ങളും ആരംഭിക്കുക. കരോളുകൾ പാടുമ്പോൾ അവിടെ ക്രിസ്തുവിനെ കുറിച്ച് പാടുന്നതിനേക്കാൾ നമ്മുടെ മലയാള സിനിമകളിലെ പല പാട്ടുകളെയും അപഹാസ്യ രീതിയിൽ സിനിമകളിലെ വാക്കുകൾ മാറ്റി ക്രിസ്തുവിനെ അപഹാസ്യമാക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിൽ പിറക്കുമ്പോൾ അതെല്ലാം ദൈവഗീതമാണെന്ന് കരുതരുത് ദൈവജനമേ. തീർച്ചയായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നല്ല ഗാനങ്ങൾ പാടുവാൻ നമുക്ക് കഴിയുന്നില്ല. പലപ്പോഴും ഒരു സാന്താക്ലോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയിലേക്ക് ഒതുങ്ങുന്ന ക്രിസ്മസുകൾ, ആഘോഷങ്ങൾ ഒതുങ്ങുന്നു. ഒരു ട്രീ ഇട്ട് കഴിഞ്ഞാൽ ക്രിസ്മസ് ആകുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുൽക്കൂട് പണിതാൽ. എന്നാൽ ഇതിനപ്പുറം ഹൃദയം ഒരുക്കപ്പെടേണ്ട ഒരു ജൂബിലി വർഷത്തിൻ്റെ ക്രിസ്മസ് നമുക്ക് മുന്നിൽ ഇന്ന് തുറന്നു വയ്ക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസിൽ ദൈവഹിതം ഒരു നക്ഷത്രത്തോടെ തെളിയുന്നുണ്ട്. നമുക്ക് നോക്കാം, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 2-ാം വാക്യം. ഒരു നക്ഷത്ര വിളക്കിനെ കുറിച്ച് മത്തായി സുവിശേഷകൻ ഇങ്ങനെ എഴുതി വയ്ക്കുകയാണ്. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദരുടെ രാജാവായവൻ ജനിച്ചത്? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. ആ നക്ഷത്രം ദൈവഹിതമാണ്.
ആ ജ്ഞാനികളെ സംബന്ധിച്ച്, ആ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പുൽക്കൂട്ടിലേക്ക്, സ്വർഗമാകുന്ന പുൽക്കൂട്ടിലേക്ക് എത്തിച്ചേരുവാൻ അവർക്ക് വേണ്ടി ഉദിച്ച നക്ഷത്രം അവർക്കൊരു മാർഗദീപമായി. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, നക്ഷത്രം എന്നത് അവിടെ ദൈവഹിതത്തെ വെളിപ്പെടുത്താൻ ദൈവം പ്രത്യക്ഷപ്പെടുത്തിയ ഒരു അടയാളമാണ്. തുടർന്ന് നമ്മൾ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം പറയുന്നുണ്ട്, നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. ഹെരോദേസിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറിയ ജ്ഞാനികൾക്ക് നഷ്ടപ്പെട്ടത് ദൈവഹിതം എന്ന കാഴ്ചപ്പാടുകളാണ്. ഇന്ന് നമ്മൾ ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളിലേക്ക് പോകുമ്പോൾ ദൈവഹിതം നമുക്ക് കാണിച്ചു തരുന്ന ചില നക്ഷത്രങ്ങൾ നമ്മുടെ മുന്നിൽ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഇതേ ജ്ഞാനികൾ ആ കൊട്ടാരം വിട്ട് പുറത്തിറങ്ങുമ്പോൾ, അവർ തിരിച്ചു നടക്കുമ്പോൾ കാലിത്തൊഴുത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന നക്ഷത്രം കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവഹിതത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരാണ് നമ്മളെങ്കിൽ ഈ ഒരു ക്രിസ്മസിൽ ദൈവഹിതത്തിൻ്റെ നക്ഷത്രങ്ങൾ, പ്രകാശത്തെ കാണാൻ കഴിയണം. അപ്പോൾ നക്ഷത്രം നമുക്ക് തരുന്ന വലിയൊരു ബോധ്യമുണ്ട്, അതൊരു പ്രകാശമാണ്. യോഹന്നാന്റെ സുവിശേഷം എന്താണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഈശോ എന്ന കാലിത്തൊഴുത്തിലെ ഈശോയുടെ ജനനം മനുഷ്യരുടെ ജീവനായിരുന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് എൻ്റെ ജീവൻ ഞാൻ പകർന്നു നൽകും. സ്നേഹമുള്ളവരെ, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അന്ന് ജ്ഞാനികൾ കണ്ട ദൈവഹിതത്തിൻ്റെ നക്ഷത്രം അവർക്ക് കാലിത്തൊഴുത്തിലെ ജീവനെ കണ്ടുമുട്ടാൻ സാധിച്ചു. ഇന്ന് ഇരുള് നിറഞ്ഞ നിയമങ്ങളും, ഇരുള് നിറഞ്ഞ കാഴ്ചപ്പാടുകളും, ഇരുള് നിറഞ്ഞ ഗാനങ്ങളും, ഇരുള് നിറഞ്ഞ സിനിമകളും ജന്മം എടുക്കുമ്പോൾ തിരിച്ചറിയുക, കാലിത്തൊഴുത്തിലെ ജീവനെ കണ്ടെത്താൻ നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതങ്ങളുടെ പുറകെ പോകണം. അതുകൊണ്ട് പറയുക, ആ വെളിച്ചം ഇരുളിനെ പ്രകാശിപ്പിച്ചു. ദൈവഹിതം നമ്മൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ, ഇരുളിനെ പ്രകാശമാക്കാൻ കഴിയുമെന്ന് യോഹന്നാന്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുക. തുടർന്ന് പറയുക, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഒരു വ്യക്തി ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിനെ കീഴടക്കാൻ, ആ വ്യക്തിയെ കീഴടക്കാൻ ഈ ലോകത്തിൻ്റെ ഇരുളുകൾക്ക് കഴിയില്ല. ഈ ക്രിസ്മസ് ശരിക്കും ഇരുളിനെ കീഴടക്കുന്ന തിരുനാളാകുന്നുണ്ടോ? അല്ലെങ്കിൽ ഇരുളിന് പ്രാധാന്യം കൊടുത്തിട്ട് പ്രകാശത്തെ മറച്ചു വെക്കുന്നതാകുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, പലപ്പോഴും പല ആഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇരുളിന് വലിയ പ്രാധാന്യവും പ്രകാശത്തെ മറച്ചു വെക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ 2 കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു വെച്ചു. ഒന്നാമത്തെ കാര്യം, ഈ കാലഘട്ടത്തിൽ ദൈവം എന്ത് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ ഹൃദയം എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്, അതായിരിക്കണം ക്രിസ്മസ്. രണ്ടാമത്തത്, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ദൈവത്തിൻ്റെ ഹിതമാകുന്ന നക്ഷത്രങ്ങളുടെ പുറകെ പോകുവാൻ, ഇരുളിനെ മറയ്ക്കുന്നവരാകാൻ, ഇരുളിനെ മറയ്ക്കാൻ പ്രകാശം നമ്മുടെ ഉള്ളിൽ വേണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, ഈ ക്രിസ്മസ്, ഈ ജൂബിലി വർഷത്തിൻ്റെ ക്രിസ്മസ് ഒരു പുതിയ മുന്നേറ്റത്തിൽ, ഒരു കത്തോലിക്കൻ്റെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന വിശ്വാസത്തിൻ്റെ ആഴമായിട്ട് മാറണം. തുടർന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യം പറയുക, ഇതാണ് ശിക്ഷാവിധി. ഇങ്ങനെ ഈ നക്ഷത്രത്തെ കണ്ട് ജ്ഞാനികൾ പോയവർ എവിടെയൊക്കെയോ നക്ഷത്രത്തെ മറയ്ക്കുന്നുണ്ട്. തിരിച്ചു വന്നപ്പോൾ അവർക്ക് നക്ഷത്രത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അവർക്ക് കിട്ടി. എന്നാൽ ചിലവർക്ക് ഈ നക്ഷത്രം മറഞ്ഞുപോയാൽ പിന്നെ നക്ഷത്രത്തിൻ്റെ വഴി അവർ പോകില്ല. അവർക്കൊരു ശിക്ഷാവിധിയെക്കുറിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്. യോഹന്നാൻ 3:19, ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ക്രിസ്തുവില്ലാത്ത ക്രിസ്മസുകൾ ഇന്ന് ജന്മം കൊണ്ടത്, ഇന്ന് മനുഷ്യൻ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെ മാറ്റി സാന്താക്ലോസിനും മറ്റു കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു പോകുന്നത്. അതുകൊണ്ടാണ് ലോക ചരിത്രങ്ങളിൽ പറയുന്ന, അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന കാർണിവൽ പോലെ നമ്മൾ പലതും നടത്തുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? പലപ്പോഴും അഹങ്കാരത്തിൻ്റെ കൊടുമുടികൾ ജന്മമെടുക്കുന്നതല്ല ക്രിസ്മസ്. എളിമയുടെ പുൽക്കൂട്ടിൽ, ദാരിദ്ര്യത്തിൻ്റെ പുൽക്കൂട്ടിൽ പിറന്ന ക്രിസ്തുവിനെ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇതര മതത്തിൽപ്പെട്ടവർ പോലും യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ തുടങ്ങും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 9 മുതൽ 10 വരെയുള്ള പറയുക, യേശു പ്രതിവദിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ, പകലിൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ദൈവം പറയുന്നത് നമ്മൾ പറയുന്ന ടൈം അനുസരിച്ചിട്ടല്ല. ദൈവം പറയുന്നത് പകലിൽ,
ദൈവത്തിൻ്റെ ദൈവഹിതത്തിൽ സഭയും സമൂഹവും നടക്കുമ്പോൾ കാൽ തട്ടി വീഴില്ല. സഭയുടെ മക്കൾ നശിക്കില്ല. സഭയുടെ മക്കളുടെ വിശ്വാസം വർദ്ധിക്കും. ഇന്ന് കാൽ തട്ടി വീഴുന്ന സഭാ സമൂഹങ്ങളും സഭയുടെ മക്കളും ഉണ്ട്. പൗരോഹിത്യങ്ങൾ കാല് തട്ടി വീഴുന്നു, സന്യാസങ്ങൾ കാല് തട്ടി, കുടുംബങ്ങളിൽ ഡൈവോഴ്സ് എന്ന് പറയുന്ന കാൽ തട്ടി വീഴുന്ന അവസ്ഥകൾ. കുഞ്ഞുങ്ങളാണ് വഴി തെറ്റിപ്പോകുന്നു. കാരണം പകലിലല്ല നമ്മൾ നടക്കുന്നത്, നമ്മൾ ഇരുളിൽ നടന്ന് കണ്ണു കാണാത്തവരെ പോലെ കാൽ തട്ടി വീഴുന്നു. വചനം ഓർമ്മപ്പെടുത്തുക, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 9-10 തിരുവചനം. യേശു പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറല്ലേ, പകലിൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവർ കാണുന്നു, രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. പ്രകാശത്തെ കാണാൻ അവന് കഴിയുന്നില്ല. എൻ്റെ സ്നേഹമുള്ളവരെ, കാലിത്തൊഴുത്തിൽ പിറന്ന ക്രിസ്തു നിനക്കൊരു പ്രകാശമാണ്. അവൻ്റെ ദാരിദ്ര്യം നിനക്കൊരു പ്രകാശമാണ്. അവൻ്റെ വിശുദ്ധി നിനക്കൊരു പ്രകാശമാണ് എന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് ലീഗ 4-ാം അധ്യായത്തിൽ 3 മുതലുള്ള 4 വരെയുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. മനസ്സിലായോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞതാ, ആരാണ് യേശു ക്രിസ്തു? സുവിശേഷമാണ്. എന്താണ്? വചനം സുവിശേഷമായതാണ്, നല്ല വിശേഷമായതാണ് ക്രിസ്തുവെന്ന് യോഹന്നാന്റെ സുവിശേഷം പറയും. പൗലോസ്ലീഗ പറയുകയാണ്, തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിൽ നിന്ന് അന്ധമാക്കിയിരിക്കുന്നു. ഇന്ന് അനേകർ അന്ധതയിലാണ് സ്നേഹമുള്ളവരെ, അവർക്ക് അന്ധത ബാധിച്ചു. അതുകൊണ്ട് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ ക്രിസ്മസ് എൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തുന്നുണ്ടോ? അന്ധതകൾ മാറ്റേണ്ടതാണ്. പൗലോസ്ലീഗ പിന്നീട് പറയുന്നൊരു വാചനമാണ് ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. ഇത് യേശു ക്രിസ്തുവിനെ നേടുന്നതിന് അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഈറ്റുനോവിലേക്ക് കടത്തിവിട്ടു. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടം ഞെരുക്കമുണ്ടാകുമ്പോഴും അത്ഭുതങ്ങളുടെ പുറകെ പോകാതെ ഞെരുക്കത്തിൽ തന്നെ ക്രിസ്തുവിനെ അറിയാനും ഞെരുക്കത്തിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കാനും കഴിയണം. അതുകൊണ്ട് സ്നേഹമുള്ളവർ, ഞാനിനി നിങ്ങളോട് പ്രധാനമായിട്ട് പറയുന്നത്, ഒരു പ്രകാശം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനെ അറിയുക. യേശുവിൻ്റെ നക്ഷത്രം നമുക്ക് തരുന്ന ദൈവഹിതമാണെങ്കിൽ ആ പ്രകാശം നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിനെ നീ അറിയുക, യേശുവിനെക്കുറിച്ച് പഠിക്കുക, യേശുവിനെക്കുറിച്ച് അനുഭവിക്കുക, യേശുവിനെക്കുറിച്ച് ജീവിക്കുക, യേശുവിനെക്കുറിച്ച് പങ്കുവയ്ക്കുക, യേശുവിനെക്കുറിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കുക. സ്നേഹമുള്ളവരെ, ബൈബിൾ എന്ന് പറയുന്ന ഈ പുസ്തകം യേശുവിൻ്റെ ജനന, ജീവിത, മരണ, ഉത്ഥാനത്തെക്കുറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ് ഈ ബൈബിൾ. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, ഈ ജൂബിലി വർഷത്തിൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ അറിയേണ്ടത്, ഈ ഡിസംബർ 25 മുതൽ നമ്മൾ ഈ ഡിസംബർ 25-ന് തുടങ്ങിയിട്ട് 2025 ഡിസംബർ 25 വരെ സാധിക്കുമെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാൻ, എൻ്റെ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ, എൻ്റെ ദൈവത്തെക്കുറിച്ച് അനുഭവിക്കാൻ, മറ്റെല്ലാം വിടുക. ഒരു വചനം എഴുതി അനുഗ്രഹം കിട്ടുന്നതിനേക്കാൾ നല്ലത് ആ വചനത്തിലിരിക്കുന്ന എൻ്റെ അപ്പനെക്കുറിച്ച് അറിയാനായിട്ട് ആ പുസ്തകം തുറന്നാൽ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയും, എന്നെ സ്നേഹിക്കുന്ന, എന്നെ വളർത്തുന്ന എൻ്റെ ദൈവം. അതാണ് പൗലോസ്ലീഗ പറഞ്ഞത്, ഇത് ക്രിസ്തുവിനെ നേടുന്നതിന് വേണ്ടി അവനോട് കൂടെ ഞാൻ ഒന്നായി കാണപ്പെട്ടു. ഈ ഒരു ജൂബിലി വർഷത്തിൽ ക്രിസ്തുവിനോട് ഒന്നായി കാണപ്പെട്ടാൽ എൻ്റെ സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതം തന്നെ മാറും. നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും, ഏത് സഹനം വന്നാലും നന്ദിയോടെ എൻ്റെ പിതാവായ ദൈവം തൻ്റെ ഏക മകനെ ലോകത്തിലേക്ക് നൽകി തങ്ങളെ സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ ആഴം കിട്ടും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൽ നമ്മൾ സമ്പന്നരാണോ? ഈ ക്രിസ്മസ് നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ ക്രിസ്തുവിൽ സമ്പന്നരാണോ? നിങ്ങൾ ക്രിസ്തുവിനെ പ്രതി സമ്പന്നരായിട്ട് കാര്യമില്ല, നിങ്ങൾ ക്രിസ്തുവിൽ സമ്പന്നരാണോ എന്നൊരു ചോദ്യമുണ്ട്. ലോകം മുഴുവൻ നേടിയാലും നീ ക്രിസ്തുവിൽ സമ്പന്നനാണോ? നീ ലോകത്ത് കോടികളുടെ സ്വത്തുള്ള മനുഷ്യനാണെങ്കിൽ നീ ക്രിസ്തുവിൽ സമ്പന്നനാണോ? ക്രിസ്തുവിൻ്റെ സമ്പത്ത് കൊണ്ട് നിനക്കുണ്ടായിട്ട് കാര്യമില്ല, നീ ക്രിസ്തുവിൽ സമ്പന്നനാണോ? ആ സമ്പത്ത് ഈ ലോകത്തല്ല, സ്വർഗത്തിലാണ്, നിത്യജീവനിലാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ,
നമുക്കറിയാം ഈ ഈശോയുടെ ബാല്യ നെറേറ്റീവ്സ് അല്ലെങ്കിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നതാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള നെറേറ്റീവ്സ് ബൈബിളിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെറേറ്റീവാണ് ലൂക്കായുടെ സുവിശേഷം. ഈശോയുടെ ജനനത്തെക്കുറിച്ച്, മാതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്ന് ഈശോയുടെ ജനനവും ഈശോയുടെ പരസ്യ ജീവിതവും ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ലൂക്കാ സുവിശേഷകൻ. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. അതായത് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. നമ്മൾ ഈ ദിവസങ്ങളിലേക്കും ദേവാലയങ്ങളിൽ വായിക്കുന്ന നെറേറ്റീവ്സ്, ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള നെറേറ്റീവിൽ പ്രധാനമായിട്ട് വായിക്കുന്ന ഒരു നെറേറ്റീവ്സാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിൽ പറയുന്ന യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച്. അവിടെ ഇങ്ങനെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹേരോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്രിയ എന്ന പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹറോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ. ഇത് യോഹന്നാൻ്റെ അപ്പനും അമ്മയും കുറിച്ച് പറയാം. ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഹെരോദേസ് യൂദയായിൽ ഉണ്ടായിരുന്ന കാലത്ത് അബിയായുടെ ഗണം. ആരാണ് അബിയായുടെ ഗണം? നമുക്കറിയാം 24 ഗോത്രങ്ങളുള്ള ലേവിയ ഗോത്രങ്ങൾ എന്ന് പറയുന്നത് 24 ഗോത്രങ്ങളാണ്. 24 പുരോഹിത ഗണങ്ങളാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ ഈ ബലിയർപ്പിക്കുന്ന പുരോഹിതരായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ലേവിയ ഗോത്രത്തിലുള്ള 24 പേര്. അപ്പോൾ അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇവർ. അപ്പോൾ ശരിക്കും ഇവരുടെ പാരമ്പര്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് വർഷത്തിൽ ഈ 24 ഗോത്രങ്ങളിലുള്ളവരാണ് ബലിയർപ്പിക്കുക. അപ്പോൾ ഓരോ ഗോത്രങ്ങളിലുള്ള ഇത്രയും പുരോഹിതന്മാരും ഉണ്ടാവും. 24 ഗോത്രങ്ങളിൽ പല വിധത്തിലുള്ള പുരോഹിതനും. ഇവരെല്ലാവരും വിളിച്ചിട്ട് അവിടെ നിന്ന് നറുക്കെടുക്കും. അപ്പോൾ ആ ഗോത്രത്തിൽ ഇപ്പോൾ ഒരു 100 പേരുണ്ട്. അതിൽ നിന്ന് നറുക്കെടുത്തിട്ട് കിട്ടുന്നത് ഈ 365 ദിവസങ്ങളിൽ ഒരു ദിവസം ബലിയർപ്പിക്കാനും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ 2 പേരെക്കുറിച്ച് പറയുകയാണ്. ആരാണ് സക്രിയ? സക്രിയയുടെ പ്രത്യേകത, അദ്ദേഹം ഈ ഗണത്തിൽപ്പെട്ടത് അബിയായുടെ ഗണത്തിൽ 24 ഗോത്രങ്ങളിൽ, ലേവിയുടെ ഗോത്രങ്ങളിൽ ഒരു ഗോത്രമാണ് അബിയായുടെ ഗോത്രം. അബിയായുടെ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ആര്? ഈ സക്രിയ എന്ന ഈ പുരോഹിതൻ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈശോയുടെ ഇത് പറയുമ്പോൾ ഈ സക്രിയ എലിസബത്തിനെ കുറിച്ച് എന്തിനു പറയണം? ഈശോയ്ക്ക് വഴിയൊരുക്കാൻ യോഹന്നാനെ കുറിച്ച് പറഞ്ഞാൽ മതി. എന്നാൽ അവിടെ പറയുന്നൊരു കാര്യം പ്രധാനപ്പെട്ടതാണ്. ദൈവം ഈ സക്രിയയെ അതുപോലെ പാരമ്പര്യത്തിൽ തന്നെ തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് ഈ അഹ്റോൻ്റെ പുത്രിയായ എലിസബത്ത്. അഹ്റോൻ എന്ന് പറയുന്ന പുരോഹിതനാണ്. ആ പുരോഹിത വംശത്തിൽ പെട്ടിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ 2 കുടുംബം, വലിയ പാരമ്പര്യമുള്ള കുടുംബം. അതിലെ സക്രിയ, അതിലെ എലിസബത്ത്. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത ഈ കുടുംബത്തെക്കുറിച്ച്, ഇവരെക്കുറിച്ച് പിന്നീട് വചനം, അത് നമുക്ക് ഈ 24 ഗണങ്ങളുണ്ട് ഈ ഗോത്രത്തിൽ. ഇത് നമ്മൾ അറിയുന്നത് 1 ദിനവൃത്താന്തം 24:7 വചനത്തിൽ, അത് 7 മുതലുള്ള വാക്യങ്ങൾ ഈ 24 ഗോത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാം, ഇവർ ദൈവം തിരഞ്ഞെടുത്തവരാണ്. 2 വലിയ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപ നിറഞ്ഞ ദൈവത്തിൻ്റെ വംശത്തിൽപ്പെട്ട 2 മക്കൾ. അവരെയാണ് ദൈവം ഒരുമിപ്പിക്കുന്നത്. അവരുടെ ഒരു പ്രത്യേകത, അവരുടെ വംശത്തിൽ 613 നിയമങ്ങളുണ്ട് ഈ അഹ്റോൻ്റെ ഗോത്രത്തിൽപ്പെട്ട്. അപ്പോൾ ഈ 613 നിയമങ്ങളും വ്യക്തിപരമായി അനുസരിച്ച് 2 പേരെക്കുറിച്ച് ബൈബിൾ തന്നെ പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6 വാക്യം പറയുക, അവർ ദൈവത്തിന് മുന്നിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ച്. ഈ 613 അന്നത്തെ കാലത്ത് ഈ നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു പുതിയ നിയമത്തിന് വചനമാണെങ്കിലും പഴയ നിയമത്തെ പരിചയപ്പെടുത്തി പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ലൂക്കാൻ്റെ സുവിശേഷം. അപ്പോൾ ഇവിടെ പറയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇവർ ഈ നിയമങ്ങൾ ഒന്നും തെറ്റിച്ചിട്ടില്ല. എന്നും പള്ളിയിൽ പോവും, എല്ലാം ചെയ്യും, പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഒരു പാപം ചെയ്യാന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നോക്കുമ്പോൾ ഇവരൊരു തെറ്റ് ചെയ്യുക. അതാണ് വചനം പറയണേ, അവർ ദൈവത്തിൻ്റെ മുന്നിൽ നീതിനിഷ്ഠരും കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റം അനുസരിച്ചാണ്. ഇങ്ങനെയൊക്കെയും ചെയ്ത് ഇവർക്ക് ഒരു പ്രശ്നമുണ്ട്. വളരെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഈ എലിസബത്തിനെ കുറിച്ച് വന്ധ്യ എന്നാണ് അവൾ വിളിച്ചത്. വന്ധ്യ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ കഴിവില്ലാത്തത്. ഇതുപോലെ നിയമങ്ങൾ പാലിച്ചൊരു പെൺകുട്ടി, ഇതുപോലെ അനുസരിച്ചൊരു പെൺകുട്ടി, പിന്നെ അഹ്റോൻ്റെ ഗോത്രത്തിൽ ജനിച്ചവർ, എന്തോ ഒരു അനുഗ്രഹമാണ്. നമ്മളൊക്കെ ചിന്തിച്ചു നോക്കിയേ, നമ്മളും ഇതുപോലെ എത്രയോ അനുഗ്രഹം കിട്ടി, നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു, വിശ്വാസമുണ്ട്, പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, നമ്മളെല്ലാം ചെയ്യുന്നു. എന്നിട്ടും എവിടെയൊക്കെയോ ചില വന്ധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇവിടെ ഇവർക്ക് വന്ധ്യതയുണ്ട്. ഒന്നാമത് ബൈബിൾ പറയുന്നത്, അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു കുടുംബത്തിൽ വന്ധ്യത വന്നു? എന്നിട്ടാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ച്, യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് പറയണത്. രണ്ടാമത്തത് അവിടെ, അതുകൊണ്ട് പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിന് മുന്നിൽ കുറ്റമറ്റവനാണ്.
പൗലോസ് പറയുക, ഇത്രയും നീതിമാന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ സഹനം വന്നു, എന്തുകൊണ്ട് ഇത് വന്നു? അതുകൊണ്ട് ഒരു നിയമം പോലും തെറ്റിക്കാതെ കുറ്റമറ്റ വിധം അനുസരിച്ചവർ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ആത്മീയതയുടെ അർത്ഥം നമ്മൾ മറക്കരുത്. നമ്മളെല്ലാം അനുസരിക്കുന്നവരാണ്, എല്ലാം പള്ളി പോകുന്നതാണ്, എന്നാൽ യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ജീവിച്ചോ എന്നൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. ലൂക്കാ സുവിശേഷം പറയുക, യേശു ആഗ്രഹിച്ചതുപോലെ ജീവിച്ചോ, യേശുവിൻ്റെ ഹിതം പോലെ ജീവിച്ചോ. എൻ്റെ സ്നേഹമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം, ബൈബിളിൽ പറയുന്ന ഈ ഒരു സംഭവത്തെ ഒരു ഉദാഹരണ സഹിതത്തോടെ ചിന്തിക്കാം. ഒരിക്കലും ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വരുന്നു, ഞാൻ അദ്ദേഹത്തിന് പണം തന്നു, ഒരു ഭിക്ഷാടകൻ എൻ്റെ അടുത്ത് വരുന്നു, അദ്ദേഹത്തിന് ഞാൻ പണം കൊടുത്ത് സഹായിക്കുന്നു, അദ്ദേഹം പണം സ്വീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ സഹായിച്ചു. നോക്കുമ്പോൾ നിയമം അനുസരിച്ച് ഞാൻ ദരിദ്രന് സംഭാവന ചെയ്ത മനുഷ്യനാണ്, ഞാൻ ചെയ്തു. എന്നാൽ സ്നേഹമുള്ള ഒരു വചനം പറയുന്നുണ്ട്, 10 കൽപ്പനകൾ, 2 കൽപ്പനകൾ, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ ഒരു ചോദ്യമാണ്, അച്ഛൻ്റെ അപ്പൻ എന്ത് പറയുന്നു? അപ്പൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൻ അച്ഛൻ നന്നായി നോക്കുന്നുണ്ട്? ഓ, നന്നായി നോക്കുന്നു. അപ്പൻ എത്ര വയസ്സുണ്ട്? ഇത്രയും വയസ്സുണ്ട്. എല്ലാം ഞാൻ നന്നായി നോക്കുന്നു. അതേ പ്രായമുള്ള ഈ വ്യക്തിക്ക് അച്ഛൻ പൈസ കൊടുത്തു വിട്ടു, എന്നാൽ അപ്പനെ പോലെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. സ്നേഹമുള്ളവർ, ഇതുപോലെ എവിടെയൊക്കെയോ നമുക്കൊരു വന്ധ്യതയുണ്ട്. ഇന്ന് കത്തോലിക്ക സഭയുടെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ വന്ധ്യതയുണ്ട്, സ്നേഹിക്കപ്പെടുന്ന ഒരു വന്ധ്യത. രണ്ടാമത് പറയുന്നത്, അവൻ മൂകനായിരുന്നു, വിശ്വസിക്കാത്തത് കൊണ്ട്. നമ്മൾ പറയില്ലേ, വചനം വിശ്വസിച്ചാൽ മാത്രം, അത് വിശ്വസിച്ച് ഏറ്റുപറയുന്നില്ലെങ്കിൽ നമുക്ക് മൂകതയുണ്ടാകും. ഇവിടെ സക്രിയ എന്ന പുരോഹിതൻ മൂകനായി തീരാൻ, പറയേണ്ട സത്യത്തെ, യേശുവിനെ പറയേണ്ടടുത്ത് പറയാത്തത് കൊണ്ട്, മറ്റു പലതും പറഞ്ഞതുകൊണ്ട് അവൻ മൂകനായി തീർന്നു. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്മസ്, ഈ ജൂബിലി വർഷത്തിൽ സഭയുടെ മക്കളായ നമ്മളോട് ഈശോ പറയുക, നീ മൂകനായിട്ടിരിക്കല്ലേ, നീ യേശുവിനെ പങ്കുവെക്കുന്നുണ്ടോ? ക്രിസ്തു ജനിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളും നീ ഓടുമ്പോൾ, ഞാൻ എവിടെ പ്രസംഗിക്കപ്പെടുന്നു, ഞാൻ എവിടെ ജീവിക്കപ്പെടുന്നു? നിനക്ക് വന്ധ്യതയുണ്ട്, നിനക്ക് മൂകതയുണ്ട്. എന്നിട്ട് നീ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ പ്രായം കവിഞ്ഞവനാണ്, ഞാൻ പ്രായം കവിഞ്ഞാണ്. സ്നേഹമുള്ളവരെ, സഭയിൽ ഇത്രയും വർഷം ജീവിച്ചിട്ട് പ്രായം കവിഞ്ഞുവെന്ന് പറയുന്ന നമുക്ക് മൂകതയുണ്ടോ? നമുക്ക് നിശബ്ദതയുണ്ടോ? അതുകൊണ്ട് ഈ ഒരു ക്രിസ്മസ് നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹമുള്ളവരെ, യേശുവിനെ നൽകുക. ഈ ജൂബിലി വർഷത്തിൽ ക്രിസ്തു എന്നിലൂടെ ജീവിക്കണം. അപ്പോൾ എൻ്റെ വന്ധ്യത മാറും, എൻ്റെ മൂകത മാറും, എന്നിൽ ക്രിസ്തു ജനിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് കരങ്ങൾ കൂപ്പാം. കർത്താവേ, ഈ ജൂബിലി വർഷത്തിൻ്റെ ക്രിസ്മസ് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ മറ്റൊന്നുമല്ല, ഞങ്ങൾ പലപ്പോഴും ക്രിസ്തുവിനെ പങ്കുവയ്ക്കാത്ത മൂകരാണ്. ഞങ്ങൾക്ക് വന്ധ്യതയുണ്ട് ഈശോയെ കൊടുക്കാൻ. ഞങ്ങൾ പ്രായം കവിഞ്ഞവരാണെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഈ പ്രായത്തിൻ്റെ കവിഞ്ഞൊഴുകലിലും ദൈവത്തെ കൊടുത്തിട്ടില്ല. ദൈവമേ, ഈ ക്രിസ്മസിൽ എല്ലാവരെയും യേശുവിൻ്റെ ജനനത്തിൽ ഒരു പുതിയ മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. അങ്ങനെ ലോകം മുഴുവനും ജീവിക്കുന്ന യേശു ക്രിസ്തു ജനിക്കപ്പെടുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹാപ്പി ക്രിസ്മസ്.